ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇതാ ശ്രദ്ധിച്ചേ, ഇവിടെയും പറയുകയാണ് ഈ വിശുദ്ധനും വിശ്വാസി എന്ത് ചെയ്യുക? ദൈവം പറയുകയാണ് നീ ഉറങ്ങുക. നീ മരിച്ചവനല്ല, മരിച്ചവർക്ക് പിന്നെ ജീവനില്ല. പക്ഷെ ഉറങ്ങുന്നവൻ എന്നാ ഉണ്ട്? ജീവനുണ്ട്. പക്ഷെ രണ്ടും ഫലം ഒന്ന് തന്നെയാണ്. ഗ്ലോറി, ഒന്ന് മരിച്ചു കിടക്കുന്നു, ഒന്ന് ഉറങ്ങി കിടക്കുന്നു. രണ്ടിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആരാ പക്ഷെ ആള്? വിശുദ്ധനും വിശ്വാസിയാ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇവർക്കതൊന്നും ഫീൽ ചെയ്യത്തില്ല. ദൈവത്തിന്റെ ഭവനക്കാരോ? ഓക്കെ, ശരിക്കും ദൈവത്തിന്റെ ഭവനക്കാരെന്ന് വെച്ചാൽ ആരപ്പ ഇത്? കുഞ്ഞേ, നീ ദൈവത്തിന്റെ മകനെന്ന് പറഞ്ഞ ആരാ? സർവപ്രപഞ്ചം ഉണ്ടാക്കിയ അപ്പച്ചന്റെ മോനാ നീ. മോനാണെങ്കിൽ നീ അവകാശിയും കൂടെയാണ്. നീ അവകാശിയാ. ഇതിന്റെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതാ ഒരു ടെസ്റ്റ് മാത്രം കർത്താവ് ഇട്ടിരിക്കുന്നേ. ഇനി അല്പത്തിൽ നിന്നെ ഈ അല്പം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ സൈസ് അറിയാമല്ലോ. ഇവിടെ ഇട്ടിരിക്കണേ അല്പത്തിൽ വിശ്വസ്തനായി ഇനി എങ്ങോട്ടേക്കാ വിടാൻ പോണേ അടുത്തത്? ഗോറേ, മനസ്സിലാക്ക ഏത് തലമാണ് ഇതെന്ന്. ഇതാ നമ്മുടെ അപ്പച്ചൻ ചുമ്മാതൊന്നുമല്ല. ഇതുവരെ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാ, എത്ര മിൽക്കി, എത്ര ഗാലക്സികൾ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷെ നമ്മുടെ അപ്പച്ചനെ കുറിച്ച് പറയാ, അപ്പച്ചൻ ഇതിനെല്ലാത്തിനും പേരിട്ടിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും പേരിട്ടിട്ടുണ്ട്. ഇവരൊക്കെ പേര് ചൊല്ലിയാ വിളിക്കണേ. ഒരു വീട്ടിലേക്ക് വരുമ്പോൾ പാപ്പച്ചൻ വന്നാട്ടെ, മേരിക്കുട്ടി വന്നാട്ടെ, ചിന്നപ്പൻ വന്നാട്ടെ എന്ന് അപ്പച്ചൻ വിളിക്കണ പോലെ സ്വർഗത്തിലെ ദൈവം ഇതിനൊക്കത്തിനും പേരിട്ടിട്ടുണ്ട്. എല്ലാത്തിനും പേരിട്ടിട്ടുണ്ട്. ഗ്ലോറേ, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ അപ്പച്ചൻ്റെ പല പല ബിസിനസ്സുകളാ. അതിലെ ഒരു പീക്കിരി ബിസിനസ്സാ ഈ ഭൂമിയിൽ നടക്കണേ. ഇച്ചിരി ഇല്ലാത്ത സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ തൻ്റെ 12ാമത്തെ വയസ്സിൽ പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിലുള്ള എൻ്റെ പിതാവിൻ്റെ ബിസിനസ് ഹാൻഡിൽ ചെയ്യാനാണ് വന്നത്. ഗ്ലോറേ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ സമയത്ത് നാം വിശ്വസ്തത തെളിയിച്ചിട്ട് ഇവിടുന്ന് മാറുക. ഇവിടെ ഇങ്ങനെ ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഉറങ്ങുന്നതിൻ്റെ കാരണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മൾ പറയും ഞാൻ ഉറങ്ങുക അല്ലല്ലോ. ഗ്ലോറി, ഉറങ്ങുക അല്ല. ഇതെന്തോ സംഭവിക്കണേ? ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ ജഡമണ്ഡലം നമ്മൾ ചിന്തിക്കണേ. നമ്മളിവിടെ ഭയങ്കര ആക്റ്റീവാണല്ലോ, ഞാനിവിടെ മീറ്റിങ്ങിൽ ഇരിക്കുവാണല്ലോ, പിന്നെ എന്നോട് ഉറങ്ങുക എന്നൊക്കെ പറയണത് മോശമല്ലേ? കുഞ്ഞേ, ജഡത്തിലെ ഉറങ്ങണ കാര്യമല്ല പറഞ്ഞ, ജഡത്തിൽ ഭയങ്കര ആക്റ്റീവാ നീയേ. ഗ്ലോറി, ആത്മമണ്ഡലത്തിൽ ഉറങ്ങുന്ന കാര്യമാണ് പറഞ്ഞേ. ആ വീണ്ടും ജനിച്ച കുഞ്ഞുണ്ടല്ലോ, ആ മണ്ഡലത്തിൽ നീ ഉറങ്ങുക. നിനക്കൊന്നും അറിഞ്ഞുകൂടാ, അവിടെ നീ ഉറങ്ങുക. ദൈവം നമ്മളെ കാണുമ്പോൾ ആത്മാവിൻ്റെ സൈഡിൽ കൂടെ ദൈവം നോക്കണേ. മനസ്സിലായ? കാരണം ദൈവം ജഡമല്ല, ആത്മാവാ. ഗ്ലോറി, യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് ഈ പാട്ടിൽ എഴുതിയേക്കണേ, സ്തോത്രം ആത്മാവില. ഗ്ലോറി, നമ്മൾ ആത്മാവ്, നമ്മുടെ അപ്പൻ ആത്മാവാ, ചേട്ടൻ ആത്മാവാ, ദാസന്മാർ ആത്മാവാ, ശത്രു ആത്മാക്കളാ, സ്വത്ത് ആത്മാവില, നമ്മുടെ ജയം ഇതെല്ലാം ആത്മമണ്ഡലത്തിലാ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് മാറുവാനായിട്ട് ഇടയാണ്. ജഡത്തിലുള്ള സകലത് ഇവിടം കൊണ്ട് തീരുകയാ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. നമ്മൾ അവിടെയല്ല നിൽക്കേണ്ടത്, ആത്മമണ്ഡലത്തിൽ വീണ്ടും ജനിച്ച ആ മണ്ഡലത്തിൽ നിൽക്കുവാനായിട്ട് ഇടയാകണം. ഇതാ വെളിപ്പാട് പുസ്തകം 2:7. ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാകും? വെളിപ്പാട് 2:7 കൂടി വായിച്ചു. ലോർഡ്, ഐ ലവ് യു. 2:7. അത് ഞാനും പകയ്ക്കുന്നു. സഭകളോട് പറയുന്ന ദൂതാണേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധിച്ചേ, അപ്പോ ഇന്ന് സഭകൾ കേൾക്കുന്നത് മുഴുവൻ എവിടെന്നാ കേൾക്കണ്ടേ? ഈ വീണ്ടും ജനിച്ച മണ്ഡലത്തിൽ നിന്നാ കേൾക്കണ്ടേ. ആത്മാവ് പറയുന്നതാണ് കേൾക്കേണ്ടത്. ഗ്ലോറി, അവിടെ ഉറങ്ങിയ എവിടെയിട്ട് കേൾക്കാനാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഉറങ്ങിക്കിടക്കുന്ന മാവനോട് പോയിട്ട് ചില കാര്യങ്ങൾ പറ. നേരം വെളുത്തിട്ട് ചോദിക്കണം, എടാ ബാബുവേ, രാവിലെ ചെക്ക് വരും, നീ പൈസ ബാങ്ക് കൊണ്ട് ഇട്ടേക്കണം, ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യുക? ഉറങ്ങി കിടക്കുക. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ചെക്ക് വന്ന് ബൗൺസായി പോയി. എടാ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞ്. എൻ്റെ അപ്പ എപ്പോൾ പറഞ്ഞു? ഗ്ലോറി, അപ്പോൾ ദൈവം പറയാഞ്ഞിട്ടല്ല കേൾക്കാത്തത്, നമ്മൾ ഉറങ്ങുന്നത് കൊണ്ടാണ്. ദൈവം പറയാഞ്ഞിട്ടല്ല, ഉറങ്ങുക. ഇവിടെ പറയുന്ന ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവ കേൾക്കട്ടെ. നമ്മൾ ആത്മമണ്ഡലത്തിൽ അലർട്ടായിരിക്കണം. നേരത്തെ കേട്ടില്ലേ, അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിലുണ്ട്. അദ്ദേഹം എങ്ങോട്ടേക്ക് അലർട്ട്? അദ്ദേഹം അലർട്ടാണ് സ്റ്റേറ്റ്സിലേക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് അലർട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം. പക്ഷെ ശരീരം എവിടെയാ?
ഇന്ത്യയിൽ. ഇതേപോലെ നമ്മുടെ ശരീരം ഈ ഭൂമിയിലാ, നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് അലർട്ടായിരിക്കണം. അവിടെ നിന്ന് കേൾക്കുന്നത്, ആത്മാവ് പറയുന്നത് പിടിച്ചെടുക്കുന്ന റിസീവിങ് സ്റ്റേഷനുകളായിരിക്കണം നമ്മൾ. റിസീവിങ് സ്റ്റേഷനുകൾ. അല്ലാണ്ട് നമ്മൾ ലോകത്തിന് ട്യൂൺ ചെയ്താൽ എങ്ങനെയാ സ്വർഗത്തിന് കിട്ടുന്നേ? തിരുവനന്തപുരം ആകാശവാണിക്ക് ട്യൂൺ ചെയ്താൽ എങ്ങനെയാ കൊച്ചി FM കിട്ടുന്നേ? രണ്ടും രണ്ടാ. ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിവുള്ളത് അല്ല. ഗ്ലോറി. ലോക ദർശനവും ലോക ചിന്തയുമായിരിക്കുന്ന വ്യക്തിക്ക് അവൻ ഉറങ്ങുകയാ ദൈവരാജ്യത്തിൽ. ആത്മാവിൽ നിന്ന് എത്ര പറഞ്ഞാലും അതവന് മനസ്സിലാകത്തില്ല. പറയാഞ്ഞിട്ടല്ല, മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ട്യൂണിങ് ലോകത്തിൽ നിന്ന് മാറ്റി ദൈവരാജ്യത്തിലേക്ക് ആക്ക. റോമലേഖനം 12:2 പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഈ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ട്യൂണിങ് മാറ്റ, മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്ത. ഗ്ലോറി. അന്തരം വരണമെങ്കിൽ പ്രസംഗിച്ചുകൊണ്ട് വരത്തില്ല, കേട്ടതുകൊണ്ട് വരത്തില്ല. അന്തരം വരണമെങ്കിൽ യേശുവിനെ അനുഗമിക്കണം. യേശുവിനെ അനുഗമിക്കണം. തകരപ്പെടാൻ തയ്യാറാകണം. പഴയ മനുഷ്യനെ പറിച്ചു കളയാൻ തയ്യാറാണ്. റൈറ്റ്സുകൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാകണം. സ്വത്തുകൾ സഹോദരൻ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ കേസിന് പോകാനല്ല, പകരം അത് മനഃപൂർവ്വം സഹിക്കാൻ തയ്യാറാകണം. എൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ദുബായിലെ ഒരു ഓഫീസ്, ഒരു ബിസിനസ്. ആ ബിസിനസ് ഏതൊരാളുടെ സ്വപ്നമാണ്. ദുബായ് പട്ടണത്തിലൊരു ബിസിനസ്, കരാമ സെൻട്രൽ, ലുലു സെൻറ്ററിൻ്റെ പുറകിൽ കരാമയിൽ ഒരു ബിസിനസ് 5 വർഷമായിട്ട് സ്വർഗത്തിലെ ദൈവം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഒരുത്തനെ സഹായിക്കുവാനെന്നും പറഞ്ഞൊരു സഹോദരനെ അത് ഏൽപ്പിച്ചു കൊടുത്തു. പല മേഖലകളിൽ, ജെറുസലേമിലും മറ്റ് പല മണ്ഡലങ്ങളിൽ കർത്താവിൻ്റെതായ പ്രവൃത്തികൾക്കായി പോയിട്ട് വന്നപ്പോൾ അവസാനം അത് അടിച്ചു, എൻ്റെ അടുത്ത് നിന്ന് അടിച്ചുകൊണ്ട് പോണ ലെവലായി. നമ്മൾ സ്വന്തം കയ്യാൽ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് ഈ കയ്യിൽ കൊണ്ട് കൊണ്ട് വാരി കൊടുത്തതുപോലെ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഇത് തിരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് എന്താ അവരോട് എഗനസ്റ്റ് വരുന്നേ? അവരോടുള്ള പകയും വൈരാഗ്യവും ഒക്കെ വരും അല്ലേ? പക്ഷെ ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞാന്നറിയാമോ, എൻ്റെ മുമ്പിൽ 2 ചോയ്സാ. ഒന്നില്ലെങ്കിൽ നിനക്ക് അങ്ങോട്ടേക്ക് പോയി ആ സ്ഥാപനം നോക്കി നടത്താം, അല്ലെങ്കിൽ ആ സ്ഥാപനം വിട്ടുകൊടുത്തിട്ട് നിനക്ക് എൻ്റെ വേലയിലേക്ക് മുന്നോട്ടേക്ക് പോകാം. കർത്താവ് ഈ ചോയ്സ് വെച്ചപ്പോൾ എന്നോട് കർത്താവ് ഒന്ന് പറഞ്ഞത്, മോനെ വിട്ടുകൊടുത്തേക്കിടാതെ. ഇത് ഒരു ഫോണിൽ നമ്മുടെ ഹൃദയം പറഞ്ഞു പോകും. രാത്രി 2 മണിക്കും 3 മണിക്കും ഉറങ്ങാതെ കിടന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവമാണ്. ഇത് വിട്ടുകൊടുക്കാൻ കർത്താവ് ഒരു വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ഹൃദയത്തിൽ കാളക്കരണ പോലെ കരഞ്ഞു. അവസാനം ടെലിഫോൺ എടുത്തിട്ട് പറഞ്ഞു, സഹോദര നിങ്ങൾ എടുത്തോ, ഇനി ഒന്നിനും ഞാൻ വരുന്നില്ല. 5 പൈസ പോലും മേടിക്കാതെ ആ ദുബായിലെ ബിസിനസ് വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ തകർന്നു മാറുകയായിരുന്നു. ദൈവം പുതിയ മനുഷ്യനെ ധരിക്കും, എന്നെ സഹായിക്കുകയായിരുന്നു. ഇങ്ങനെ നമ്മുടെ റൈറ്റ്സ് വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകണം. ഗ്ലോറി. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ബില്ല് എൻ്റെ അടുക്കിലേക്ക് വരുന്നു. ഇത്ര രൂപ കൊടുക്കാൻ, ദിർഹംസ് കൊടുക്കാൻ പറഞ്ഞൊരു ബില്ല്. നോക്കിയപ്പോൾ എന്താ, ഞാൻ സൗജന്യമായി വിട്ടുകൊടുത്ത ഈ സ്ഥാപനത്തിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത കൊല്ലം വരാൻ പോണത് യെല്ലോ പേജിൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും യെല്ലോ പേജ് എന്ന് പറഞ്ഞാൽ, അടുത്ത കൊല്ലം വരാൻ പോണത്. അത് വന്നിട്ട് ആളുകൾ അത് കണ്ടിട്ട് വിളിച്ചിട്ട് ബിസിനസ് ഉണ്ടാകാൻ പോവുക അടുത്ത കൊല്ലങ്ങൾ. ഇത് ആർക്കാ പ്രയോജനപ്പെടുന്നത്? ഈ ചുമ്മാ ഈ സ്ഥാപനം കിട്ടിയ വ്യക്തിക്ക് പ്രയോജനപ്പെടും ഇല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ബില്ല് വന്നപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം സൈൻ ചെയ്ത് എൻ്റെ സൈനാന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് കിട്ടും. ശ്രദ്ധിച്ചേ, ഞാൻ കർത്താവ് വിളിച്ചു, കർത്താവ് ഇതൊരു കൊലച്ചതിയല്ലോ കർത്താവ്, വെറുതെ ഒരു സ്ഥാപനം കൊടുത്തതും പോരാ, ഇനി അടുത്ത വർഷം അവർക്ക് കിട്ടാൻ പോകുന്ന ലാഭത്തിന് ഇനി ഞാൻ പൈസ കൊടുക്കണം കർത്താവേ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൂടെ? കർത്താവ് എന്നോട് പറഞ്ഞെന്നറിയാമോ, നിന്റെ ഉടുപ്പ് മാത്രമല്ല നീ കൊടുത്തോളൂ, പുതപ്പ് കൊടുത്തില്ലല്ലോ. ഗ്ലോറി. ഹൃദയം പൊട്ടുക. ഏത് ഹൃദയം? പഴയ മനുഷ്യൻ്റേത്. പഴയ മനുഷ്യൻ്റേത് പൊട്ടുക. ഗ്ലോറി. കർത്താവ്, എൻ്റെ പൈസ ഇല്ലായിരുന്നു, അതിൽ 3 ചെക്ക്, പോസ്റ്റിൽ ചെക്ക് എഴുതി അവർക്ക് കൊടുത്തു. ഗ്ലോറി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഇതൊന്നും എൻ്റെ നഷ്ടമല്ല, അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ലാഭം, അവിടെ നിന്ന് തുടങ്ങി എൻ്റെ നിത്യ ലാഭങ്ങൾ. താൽക്കാലിക മണ്ഡലത്തിൽ ഒരിക്കൽ പോലും ഒരുവൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഗ്ലോറി. നമ്മൾ പിടിച്ചു വെക്കും തോറും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. കൊടുത്തു വിട, ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മളിലേക്ക് കടന്നു വരാൻ ഇടയാകും. ഗ്ലോറി. സമൃദ്ധി. അമ്മയുടെ താലിമാല പണയം വെച്ച് പഠിക്കാൻ അയച്ചവനാ ഈ നിൽക്കുന്ന വ്യക്തി. എന്നാൽ ആദ്യമായി എൻ്റെ കയ്യിലുണ്ടായ സമ്പാദ്യമായ 350 രൂപ ഒരു പ്രസംഗ ആലയത്തിൽ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തതായി എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തുടക്കം. ഗ്ലോറി. അച്ഛനത് വാങ്ങിച്ചില്ല, കാരണം ഒരു ദേവദാസന് അച്ഛനായിരുന്നു. ഫാദർ മാത്യു തിരുമല എന്ന് പറഞ്ഞ മരിച്ചുപോയ അദ്ദേഹം ആദ്യമായിട്ട് ധ്യാനം തുടങ്ങിയതാ. ഈ ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം മേടിച്ചില്ല, കാരണം എൻ്റെ സ്വഭാവം അറിയാം, ഇവൻ എവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്ന പൈസയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം മേടിക്കാതെ പോയി അമ്മയോട് പോയി പറഞ്ഞു.
മോൻ ഇങ്ങനെ 350 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, എവിടെ നിന്ന് അടിച്ചെടുത്തതെന്ന് ചോദിച്ചോളാൻ. അമ്മ എന്നോട് ചോദിച്ചു, മോനെ എവിടെ നിന്നാണ് ഈ പൈസ? മമ്മിയോട് പറഞ്ഞു, മമ്മി എന്നെ തമിഴ്നാട്ടിൽ പഠിക്കാൻ അയച്ചപ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ തന്ന പൈസയില്ലേ, അതിൽ നിന്ന് കുറേശ്ശെ പിശുക്കി ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് ബാലൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ബാലൻസ് ഉള്ള 350 രൂപയാണ് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തേ. അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇതാ 150 രൂപയും കൂടി ഞാൻ തരാം, 500 രൂപ തികച്ച് നീ അവിടെ കൊണ്ട് കൊടുക്ക്. അത് 500 രൂപ തികച്ച് അവിടെ കൊണ്ട് കൊടുത്തു. എനിക്ക് ഈ ബൈബിളിനെ കുറിച്ച് ABCD അറിഞ്ഞുകൂടാ, പക്ഷെ ദൈവസ്നേഹത്തിന്റെ ഒരു ആത്മാവ് ദൈവം എൻ്റെ അകത്ത് ആ വചനം കേട്ടപ്പോൾ തന്നു. അതവിടെ കൊണ്ട് കൊടുത്തതോടുകൂടെ അമർത്തി കുലുക്കി നിറഞ്ഞ് കവിയുന്ന അളവില് കർത്താവിന്റെ വചനം എന്നെ തേടി വന്നു. അതാ എന്റെ അനുഗ്രഹത്തിന്റെ തുടക്കം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുക. ജീവനുള്ള ദൈവത്തെ നാം സേവിക്കുന്നേ, ജീവനുള്ള ദൈവത്തെ. ഹല്ലേലൂയ. ഇതാ ലോകം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഈ വെളിപ്പാടുകളൊക്കെ ഈ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ ആരാ? വെറും 0. പക്ഷെ എന്റെ ദൈവം എന്നിലൂടെ ഹീറോ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് നമ്മൾ ഈ 2 മണ്ഡലമുണ്ട്. വീട്ടിൽ ജീവിച്ചിട്ട് നമ്മൾ വയൽ പ്രദേശത്ത് ജോലി ചെയ്യണം. വയലാണ് ലോകം. വയൽ കൊണ്ടാണ് നിധിയായ സ്വർഗരാജ്യത്തെ അടയ്ക്കുന്നത്. ദൈവരാജ്യം വയലിൽ. എവിടെ? വയൽ. വയൽ എന്ന് വെച്ചാൽ വയൽ പ്രദേശം, നമ്മൾ പണിയെടുക്കേണ്ട സ്ഥലം. വയലിൽ ഒളിച്ചു വെച്ച നിധിയ. ലോകം എന്ന ദർശനം കൊണ്ടാണ് ദൈവരാജ്യത്തെ ഇന്ന് മറയ്ക്കുന്നത്. ഗ്ലോറി. പിശാച് മറയ്ക്കുകയാണ്. അതുകൊണ്ട് ലോക ദർശനം മാറുമ്പോൾ ദൈവരാജ്യ ദർശനം തെളിയും. ഗ്ലോറി. മുമ്പേ ലോകം അന്വേഷിക്കാൻ പോയാൽ ദൈവരാജ്യം മറയും. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ പോയാൽ ലോകം മറയില്ല, ബാലൻസ് കിട്ടും. ഗ്ലോറി. ദൈവരാജ്യം ലോകത്തെ മറക്കില്ല, ബാലൻസ് തരൂ. ഗ്ലോറി. പക്ഷെ ലോകം ദൈവരാജ്യത്തെ മറയ്ക്കും. ഗ്ലോറി. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മുമ്പേ ലോകമല്ല